നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു പ്രത്യേക ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ കയ്യിൽ MVX ചിഹ്നങ്ങൾ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ ഈ 3 അക്ഷരങ്ങൾ ഏതെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കണേ. എങ്കിൽ അതിൻ്റെ പിന്നിലെ മഹാഭാഗ്യ രഹസ്യം അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസും ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഹസ്തരേഖാശാസ്ത്രം എന്നത് അതിപ്രാചീനമായിട്ടുള്ളൊരു പ്രവചന ശാസ്ത്രമാണ്. ഒരാളുടെ കഴിവ്, ഗുണം, സ്വഭാവം ഇവയൊക്കെ അനുസരിച്ച് ആ ഒരു വ്യക്തിയുടെ കൈരേഖകളും കൈത്തരവും ഒക്കെ രൂപപ്പെടുന്നത്. ഇത് കൃത്യമായും വായിച്ചെടുക്കുന്നതിന് പുരുഷൻ്റെ വലത് കൈയും സ്ത്രീകളുടെ ആണെങ്കിൽ ഇടത് കൈയുമാണ് നോക്കേണ്ടത്. നമ്മുടെ കൈത്തലത്ത് അതായത് നമ്മുടെ കൈപ്പത്തിയിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ MVX തുടങ്ങിയ വലിയ അക്ഷരങ്ങൾ ഇപ്പോൾ ആൽഫബറ്റ്സ് ഉള്ള ചിഹ്നങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവരൊക്കെ വളരെ വ്യത്യസ്തമായ കഴിവ് പുലർത്തുന്നവരാണ്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് MVX തുടങ്ങിയ ചിഹ്നങ്ങൾ നമ്മുടെ കൈ തണ്ടിലുണ്ടെങ്കിൽ അവരെല്ലാം വേറിട്ട വ്യക്തിത്വം ഉള്ളവരാണ്. വളരെയധികം കഴിവുള്ളവരാണ് ഇവർ. അതുപോലെ തന്നെ ഒരു കൈയിൽ മാത്രമല്ല 2 കൈയിലുണ്ടെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, അതിശ്രേഷ്ഠമാണ് കേട്ടോ. ഈ ലോകത്ത് ജീവിച്ച് ജീവിതത്തിൽ വിജയം നേടിയവർ തന്നെ നിരന്തരം പരിശ്രമവും കഠിനാധ്വാനവും ശുഭാപ്തി വിശ്വാസവും കൊണ്ട് ജീവിതത്തെ വിജയിപ്പിച്ചെടുത്തവരാണിവർ. ഇങ്ങനെ ഈ കൈരേഖയുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അലസതയും മടിയും കൊണ്ടിട്ട് വീട്ടിലിരുന്നാൽ നമുക്ക് കാര്യമില്ല കേട്ടോ. കൈരേഖ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ വീട്ടിലിരുന്ന് അതായത് വെറുതെ ഇരുന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കിട്ടില്ല. മറ്റുള്ളവരുടെ കഴിവുകളായിരിക്കില്ല നമുക്ക് ആർക്കും. അപ്പം നമ്മുടെ കഴിവുകളെ കണ്ടെത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ എവിടെയെങ്കിലും ചെന്നെത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കൈരേഖകൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭാഗ്യം വരുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അങ്ങനെ ഇരിക്കരുത്. നമ്മുടെ കൈത്തലത്തിലെ M എന്ന അക്ഷരം കാണുവാൻ സാധിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ കൈപ്പത്തിയിലെ ഹൃദയരേഖ, ബുദ്ധിരേഖ, അതുപോലെ തന്നെ ആയുർരേഖ എന്നിങ്ങനെ 3 രേഖകൾ ഇതുപോലെ പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടന്നാൽ ഈ 3 രേഖകളുടെയും ഗുണാനുഭവങ്ങൾ വളരെയധികമായിട്ട് ഇത്തരം ചിഹ്നങ്ങളുള്ളവർക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒരുപാട് പണവും സ്വർണവും ബുദ്ധിയും എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് ആയുസ് കാണത്തില്ല. എന്നാലോ ആയുസ് ധാരാളം ഉണ്ട്, പക്ഷെ പണവും ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിലോ പണവും ആയുസ്സും എല്ലാം ഉണ്ട്, പക്ഷെ ബുദ്ധി ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഈ 3 കാര്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് 3ഉം ശരിയായ രീതിയിൽ സംയോജിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. പൂർണ്ണ ആരോഗ്യവാനും ബുദ്ധിശക്തിയും സാമ്പത്തികമായ ഉന്നതിയും ഒരുപോലെ ഇരുന്നാൽ മനുഷ്യൻ എത്രത്തോളം വിജയമായിരിക്കുന്നത് സന്തോഷിക്കുകയും ചെയ്യുന്ന ഓർത്ത് നോക്കിക്കേ. അത്തരത്തിലുള്ളവരാണ് ഈ M എന്ന അക്ഷരം കൈപ്പത്തിയിൽ ഉള്ളവർ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നവരാണ്. നിങ്ങൾ ഏത് അവസ്ഥയിൽ ഇരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ പകുതിയോടുകൂടി ഇത് സാധിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെ മുന്നോട്ട് തന്നെ നമുക്കത് സാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു M എന്ന ആൽഫബറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ആ ഒരു ഹൃദയരേഖ M എന്ന ആൽഫബറ്റിനോട് ചേർന്ന് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ആരോഗ്യമുള്ളവരായിരിക്കും. അതുപോലെ നിങ്ങളുടെ ആയുസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല. ഈശ്വരൻ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അനുവദിച്ച് തരുന്ന ആ സമയം അത്രയും പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അതുപോലെ M എന്ന ആൽഫബറ്റ്സിനോട് നിങ്ങളുടെ ബുദ്ധിരേഖ യോജിക്കുന്നുണ്ടെങ്കിൽ അതിശക്തമായ ബുദ്ധി കൂർമ്മത നിങ്ങളുടെ സവിശേഷതയാണ്. ഏതൊരു പ്രശ്നത്തിനും അതിവേഗം ചിന്തിച്ച് ഒരു ഉത്തമം കണ്ടെത്താൻ സാധിക്കും. ഇവർ ഏത് കാര്യത്തിലും ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് പ്ലാൻ ചെയ്ത് മാത്രമേ അവർ ഇറങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലും പൂർണ്ണമായി ഏതൊരു കാര്യത്തിലും അവർക്ക് പൂർണ്ണമായിട്ട് വിജയം നേടാൻ സാധിക്കും. അപ്പം നല്ല രീതിയിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കാനും ഏത് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കുന്ന ആളുകളാണ് ഇവർ. ശുഭാപ്തി വിശ്വാസം ഇവരുടെ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. ഏതൊരു കാര്യവും പറ്റില്ല, എന്നെക്കൊണ്ട് അത് സാധിക്കില്ല എന്ന് ഒരിക്കലും ഇവരുടെ നാവ് കൊണ്ട് അവർ പറയില്ല. അതിവരുടെ നിഘണ്ടുവിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈത്തലത്തിന് M എന്ന അക്ഷരവുമായി ആയുർരേഖവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ അത് ദീർഘായുസിന് കുറിക്കുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 80 വയസ്സിന് മേൽ ആയുസ് നിങ്ങൾക്ക് പറയപ്പെടുന്നു. ഈ രീതിയിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യവും ഉണ്ടാകും, നല്ല ബുദ്ധിശക്തിയും ഉണ്ട്, നല്ല ആയുസ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതിനെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. സ്ത്രീകൾക്ക് നിങ്ങളുടെ കൈകളിൽ M എന്ന ആൽഫബറ്റ് ഉണ്ടെങ്കിൽ ബുദ്ധിമതികളായിരിക്കും കേട്ടോ ഇവർ. മറ്റുള്ളവരെ അപേക്ഷിച്ച് ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഇവരിൽ കൂടുതലാണ്. ഒരു കൈയിലാണ് M എന്ന ചിഹ്നം കാണാൻ സാധിക്കുമെങ്കിൽ 100% ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. 2 കൈയിലുമാണ് ഈ ചിഹ്നങ്ങൾ കാണാൻ സാധിക്കുകയെങ്കിൽ ഇരട്ടി ഭാഗ്യമാണെന്ന് തന്നെ പറയാം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കാൻ പോകുന്നത്.
അടുത്തതായിട്ട് നമ്മുടെ കൈത്തലത്തിൽ എക്സ് എന്ന ചിഹ്നം ഒന്നുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ ഹൃദയരേഖയെയും ബുദ്ധിരേഖയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നേർത്തതാണെങ്കിലും ഒരു എക്സ് എന്ന ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. എങ്ങനെയുള്ളവർ മറ്റുള്ളവരിൽ നിന്നും വളരെ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. ഇവർ സ്വന്തം കഴിവുകൾ കൊണ്ട് ജീവിതത്തിൽ ഉയർന്നു വന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കും ഇവരെ തോൽപ്പിക്കാനോ ഇവരെ തകർക്കുവാനോ ഒന്നും സാധിക്കില്ല. വിധിയെ കീഴടക്കി തൻ്റെ വിധിയെ തിരുത്തി എഴുതാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ശാരീരികമായും മാനസികവുമായുള്ള ബലം വളരെ കൂടുതലായിരിക്കും ഇവർക്ക്. ഇങ്ങനെ എന്ന ചിഹ്നം ഉള്ളവർ മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ സ്വഭാവം വിലയിരുത്താനായിട്ട് അവരുടെ ഉള്ളിരിപ്പ് എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, നല്ലതാണോ അതോ മോശപ്പെട്ട ആളാണോ, അത്ര ആത്മാർത്ഥമുള്ള മനുഷ്യരാണോ, ഇവർ നമ്മളോട് സംസാരിക്കുന്ന രീതി കറക്റ്റാണോ എന്നൊക്കെ അവർക്ക് അറിയാൻ സാധിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ കള്ളം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്ന ചിഹ്നം കൈപ്പത്തിയിലുള്ളവർക്ക് കേട്ടോ. അതുപോലെ നമ്മുടെ ഭാവിയെക്കുറിച്ചും മറ്റുള്ളവരുടെ ഭാവിയെക്കുറിച്ചിട്ടൊക്കെ ഇവർക്ക് ഒരു കാഴ്ചപ്പാട് പലപ്പോഴും ശരിയായി വരാറുണ്ട്. അടുത്തതായിട്ട് വി എന്ന ഒരു ആൽഫബറ്റ് നിങ്ങളുടെ കൈപ്പത്തിയിലുണ്ടെങ്കിൽ ഹൃദയരേഖയുടെ അവസാനം അത് പിളർന്ന് ഒരു വിയുടെ ആകൃതിയിൽ കാണുന്നതെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉള്ളവരായിരിക്കും. ഇങ്ങനെയുള്ളവരെ മറ്റുള്ളവർ ഭയങ്കര പ്രിയമായിരിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെയുള്ളവരെ. അതുപോലെ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറും ഇവർ. അത് ഏത് ജീവിതത്തിൽ ഒരു കലാകാരന്മാരോ കലാകാരികളായിട്ടൊക്കെ വളരാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഇങ്ങനെയുള്ളവർ. ഇവരുടെ പ്രവർത്തന മേഖല ഏതായാലും ആ ഒരു മേഖലയിൽ ഇവർ 100 മേനി വിജയിക്കും. മറ്റുള്ളവർക്ക് വലുതായി തോന്നുന്ന വലിയ പ്രശ്നങ്ങളും ഇവർക്ക് നിസ്സാരമായി തോന്നും. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും ഇവർ. ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വളരെ ലളിതമായിട്ട് പരിഹരിക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ട്. ഹൃദയരേഖയുടെ അവസാനം വി എന്ന ആകൃതിയിൽ 2 ശാഖകളായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോടകം നിങ്ങളുടെ ജീവിതം എങ്ങനെ ഇരുന്നാലും ഒരു 35 വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാനാവാത്ത അപ്പുറം നിങ്ങൾ എത്തിച്ചേരും. ഹൃദയരേഖയുടെ അവസാന ഭാഗം 2ആയി പിളർന്നിരുന്നാൽ അവരെ സ്നേഹിക്കാനും ഒരുപാട് ആളുകളുണ്ടാകും. അവരെ ആശംസിക്കാനും ഒരുപാട് ആളുകളുണ്ടാകും. നിങ്ങളുടെ കയ്യിൽ ചെറുതായിട്ടാണെങ്കിലും ഈ ഒരു MVX എങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിനെ പറ്റി നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വളരെ വലിയൊരു ശക്തി നിങ്ങളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിൽ എത്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ സമ്പാദ്യത്തെ ഇരട്ടിയാക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവർക്ക് ധൈര്യം പകർന്ന് കൊടുക്കാനുള്ള ഒരു കഴിവും ഇവർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത്തരത്തിൽ MVX എന്ന ചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ വളരെ റെയറാണ് എന്ന് വിശ്വസിക്കാം. ഇത്തരത്തിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ആൽഫബറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മഹാഭാഗ്യമുള്ളവരാണെന്ന് തന്നെ പറയാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം മുതൽ ഒരു നാൾ നിങ്ങൾ വിജയത്തിൻ്റെ ആ ഒരു പടവുകൾ കടന്ന് ചെല്ലും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൈരേഖ ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ നന്ദനം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ കാണാതിരിക്കും. നന്ദി, നമസ്കാരം.